ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കപ്പപ്പുഴുക്കാണ്. 4 മണിക്ക് അടിപൊളി ഒരു കപ്പപ്പുഴുക്കും അതുപോലെ തന്നെ ഒരു ചായയൊക്കെ കിട്ടുകയാണെങ്കിൽ ആർക്കും ഇഷ്ടമില്ലാതിരിക്കാമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ കണ്ട് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക. കപ്പപ്പുഴുക്കിന് ആവശ്യമായ കപ്പ നമ്മൾ വെട്ടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു അടികട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ കുക്കറുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് കപ്പ അതിലിട്ട് ഇട്ട് കൊടുക്കാം. കപ്പ വേവിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. മുഴുവൻ കപ്പയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ്, കുക്കർ അടച്ചു വെച്ച ശേഷം നമുക്ക് ഒരു 2-3 വിസിൽ വയ്ക്കാം. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. നമുക്ക് വേവിച്ചെടുക്കാം. കപ്പപ്പുഴുക്കിന് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. 2-3 പച്ചമുളക്, കുറച്ച് നല്ല ജീരകം, 4 ചെറിയ ഉള്ളി, പിന്നെ നമുക്ക് 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ അരമുറി തേങ്ങയും കൂടി ചേർത്ത് ഒരുപാട് അരക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഈ സമയം കൊണ്ട് കപ്പ വേവിച്ചെടുക്കാം. കപ്പപ്പുഴുക്കിന് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ജസ്റ്റ് ഈ പരുവത്തിൽ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 വിസിൽ വെച്ച് നമ്മൾ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി കടുവറുക്കാനായിട്ട് നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒന്ന് ചൂടാറിയ ശേഷം കപ്പയൊന്ന് തുറന്ന് നോക്കാം. എത്രത്തോളം വേവ് വന്നിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, മതിയാവും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം കളയാനായിട്ടില്ല. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കളയണം. അല്ലെങ്കിൽ പുഴുക്ക് ചേർക്കുമ്പോൾ ആകെ ഒരു വെള്ളപ്പരുവായി പോവും. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളമില്ല, നമുക്ക് കുറച്ച് വെള്ളമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഊറ്റി കളയാം, അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മറ്റെന്തെങ്കിലും വെച്ച് നമ്മൾ ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കപ്പപ്പുഴുക്ക് തയ്യാറാക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് നന്നായി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഇനി അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ, ജീരകം, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത അരപ്പാണിത്. അപ്പോൾ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയം കൊണ്ട് നമ്മൾ ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആ ഉപ്പും കൂടി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം നമ്മൾക്ക് റെഡിയായി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി കടുക് കൂടെ നമ്മൾ വറുത്ത് കോരിയ കപ്പപ്പുഴുക്ക് റെഡിയാകും. അപ്പോൾ നമ്മളിനി കപ്പപ്പുഴുക്കിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഒഴിക്കുന്നത്. നിങ്ങൾ ഏതാണെങ്കിലും യൂസ് ചെയ്താൽ മതി. വെളിച്ചെണ്ണയോ സൺഫ്ലവർ അങ്ങനെ ഏതായാലും കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്തോ. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയായ കപ്പപ്പുഴുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ വീഡിയോസ് ആരെങ്കിലും സബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു. താങ്ക്സ് ലോട്ട്. ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ. പുഴുക്കിനൊപ്പം നമ്മൾ മട്ടൻ കറിയോ ചിക്കൻ കറിയോ ഫിഷ് കറിയാണ് നല്ല കോംബോ. ഫിഷ് കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കഴിക്കാൻ ഈവനിങ്ങോ അതുപോലെ നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിവിടെ ഈവനിങ് ചായക്കൊപ്പം കൊടുക്കാൻ പോകണം മക്കൾക്കൊക്കെ. അപ്പോൾ അടിപൊളി കപ്പപ്പുഴുക്കും നല്ലൊരു ചായയും അടിപൊളിയായിരിക്കും. ഈവനിങ് ചൂട് ചായയും കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.